ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2015 ഒരു ഹൊറർ സസ്പെൻസ് ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ മാൻ വാസ് എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കുട്ടിക്കാലം മുതൽ തന്നെ നമ്മൾ കാണുന്ന ഒരാളുണ്ട്, മാൻ വാസ് വൈൽഡിലെ ബിയർ ഗ്രിൽസിനെ എല്ലാവർക്കും അറിയാലോ. ആരൊക്കെ പുള്ളിക്കാരനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കമന്റ് ചെയ്തേക്കുക. അതേപോലെ തന്നെ പുള്ളിക്കാരനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് അടിച്ചേക്കുക. അപ്പോൾ പുള്ളി തൻ്റെ ചാനലിൽ ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയാം. ഒരു കാട്ടിലേക്ക് ഒറ്റയ്ക്ക് പോയിട്ട് സർവൈവ് ചെയ്യുന്നത് എങ്ങനെയാണ്. അതിപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളെല്ലാവരും അത്രയും നല്ല ഹാപ്പി ആയിട്ടാണ് പുള്ളിക്കാരൻ്റെ ഓരോ വീഡിയോസും കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു TV ഷോ നടത്താൻ വേണ്ടി ഈ ഒരു മൂവിയിലെ ഹീറോയും ഇതുപോലൊരു കാടിനകത്തേക്ക് കയറി പോകുന്നുണ്ട്. പക്ഷെ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മളെ പേടിപ്പെടുത്താൻ പോകുന്നത്. അതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മൂവി ആദ്യം മുതൽ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അത്ര മാത്രമേ ഉള്ളൂ. ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു കഥ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ഡഗ് വുഡ്സിനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവനൊരു TV ഷോ നടത്തുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ മാൻ വാസ് വൈൽഡ്. ഈ കാടിനുള്ളിലേക്ക് പോയിട്ട് അവിടെ എങ്ങനെ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാം, കാടിനുള്ളിൽ അകപ്പെടുമ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് കാടിനകത്ത് നിൽക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ചാനലിലുള്ളത്. അതുമല്ല 2 സീസൺ ഇവർ ആൾറെഡി തന്നെ ചെയ്തു കഴിഞ്ഞു. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ എന്തെങ്കിലും ശബ്ദങ്ങളോ വല്ലതും കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കാം. അമ്മയും ബാക്കി എല്ലാവരും ഇരുന്നിട്ട് ഹിറ്റ് 3 സിനിമ ആണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഹീറോ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഇപ്പോൾ ഇവർ 2 സീസൺ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. എന്നിരുന്നാലും ഇവരുടെ ഷോ അത്ര പോപ്പുലർ അല്ല. കാരണം അത്രയും ഫേമസ് ആയിട്ടുള്ള TV ചാനലുകൾ ഒരിക്കലും ഇവരുടെ ഷോ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ടീം ഇപ്പോൾ 3ാമത്തെ സീസൺ ചെയ്യാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അത്രയും പ്രഷർ ഉണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഹീറോയ്ക്ക്. കാരണം അവനാണല്ലോ ആ ഒരു ഷോ മെയിനായിട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെയ്യുന്ന ആ ഒരു ഷോയിൽ നമ്മുടെ ഹീറോ ഈ ഷോയിൽ തന്നെ കുറച്ച് ഹാസ്യം, എന്താണെന്ന് വെച്ചാൽ തമാശ കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ചിലർക്ക് മാത്രമേ അത് ഇഷ്ടപ്പെടുന്നുള്ളൂ. അവൻ്റെ ആ ഒരു തമാശകളൊന്നും അധികം ആരും അങ്ങനെ രസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ 3ാമത്തെ സീസൺ എങ്ങനെ ചെയ്യും എന്നുള്ള ആ ഒരു ടെൻഷനുണ്ട്. ഇപ്പോൾ ഈ ഒരു ടീം വലിയൊരു റിസ്ക് എടുക്കാൻ പോവാണ്. ഇതല്ലാതെ ഇവർക്ക് വേറെ വഴിയില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഈ ചെയ്യുന്നതെല്ലാം വെറുതെ ആവും. ഇവരുടെ ജീവിതം മുഴുവനായിട്ട് ഇതിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ രാജ്യത്ത് ആരും അങ്ങനെ അധികം പോവാത്ത ഒരു കാട് ഏരിയ ഉണ്ട്. അതിനുള്ളിലേക്ക് നമ്മുടെ ഡഗിനെ കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് ഈ ഒരു TV ഷോ നടത്താം. അവിടെ എങ്ങനെയാണ് അവർ സർവൈവ് ചെയ്യുന്നത് എന്നെല്ലാം ഇവർ ചെയ്യാൻ പോവാണ്. അങ്ങനെ ആ ഒരു രീതിയിൽ ഇവരെല്ലാവരും പ്ലാൻ ചെയ്ത് അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ ആയാലും അവൻ്റെ വീട്ടിൽ നിന്നും വേറെ ആരോടും ഒന്നും പറയാതെ, അവൻ്റെ ഭാര്യയും കുട്ടിയുണ്ട്, അവരോടൊന്നും പറയാതെ വീടിന് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവർ രണ്ടുപേരും വെളിയിലേക്ക് വന്നിട്ട് ഹീറോയുടെ അവസാന യാത്രയെല്ലാം പറയുന്നു. അതുമല്ല കൂടാതെ ഹീറോയുടെ മകളാണെങ്കിലേ അവനൊരു ഫോൺ കൊടുക്കുന്നുണ്ട്. ഇതിൽ അവൻ്റെ ഭാര്യയും മകളും അവന് വേണ്ടി റെക്കോർഡ് ചെയ്തൊരു വീഡിയോ ഉണ്ട്, അതും പോയി കാണണമെന്നെല്ലാം പറഞ്ഞ് ഇപ്പോൾ സന്തോഷമായിട്ട് തന്നെ നമ്മുടെ ഹീറോയെ യാത്ര അയക്കുകയാണ്. അപ്പോഴേക്കും വീടിൻ്റെ വെളിയിലെ ഇവരുടെ ആ ഒരു വണ്ടി വരുന്നു. അങ്ങനെ ഹീറോ നേരെ അകത്തേക്ക് കയറുമ്പോഴത്തേക്കും അതിനകത്ത് ഈ ഒരു ഷോയിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള ബിൽ, അതേപോലെ തന്നെ അവൻ്റെ സഹോദരൻ ടെറി, പിന്നെ വേറെ ലേഡിയുണ്ട് ആൻജി. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇത് നടത്തുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് ഈ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇവർ പോവാണ്. കുറച്ച് മണിക്കൂറുകൂടി കഴിയുമ്പോഴത്തേക്കും ഇവരുടെ ആ ഒരു സ്ഥലത്തേക്ക് ഇവരെത്തും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഒരു വണ്ടിയിൽ വെച്ച് ഷോയെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ പരസ്പരം പറയുന്നുണ്ട്. ഇതാണ് നമ്മുടെ അവസാനത്തെ ചാൻസ്, അതുകൊണ്ട് ഈ ഒരു ഷോയിൽ നമുക്ക് എന്തെങ്കിലും പ്രത്യേകതരം കാണിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അതെല്ലാം കാണിക്കണം എന്നല്ല ഇവരിങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹീറോ ഇതെല്ലാം മിണ്ടാതിരുന്ന് കേട്ടിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യാം എന്നെല്ലാം പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഒരുപാട് നേരത്തെ യാത്ര കഴിഞ്ഞിട്ട് ഇവർ അടുത്തുള്ളൊരു ചെറിയ ഗ്രാമത്തിലേക്ക് വരികയാണ്. അതുമല്ല അവിടെ വന്നിട്ട് അവിടെയുള്ള ലോക്കലായിട്ടുള്ള ഒരാളെ കാണുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാട്, അതിൻ്റെ ഏരിയ, ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അറിയാവുന്നത് അയാൾക്കാണ്. അങ്ങനെ ആ ഒരാളെ കണ്ട് ഇവർ ആ ഒരു കാടിനകത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ടെറി വന്നിട്ട് ഹീറോയോട് സംസാരിക്കും. അപ്പോഴാണ് ഹീറോ ഒരു കാര്യം പറയുന്നത്, എന്തായാലും ഈ ഒരു സീസണിൽ ഞാൻ ജോക്ക് പറയാൻ പോകുന്നില്ല. കാരണം ഞാൻ അങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെടാതെ നമ്മുടെ വ്യൂസ് കുറയാണ്. അങ്ങനെ ആ ഒരു തീരുമാനം എടുത്ത് അത് കഴിഞ്ഞ് ഇപ്പോൾ ഇവരെല്ലാവരും ആ ഒരു ഷോപ്പ് പോയിട്ട് വെളിയിലേക്ക് വരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ബോട്ടിൽ ആ ഒരു കാടിലേക്ക് പോകാൻ പോവാണ്. ഇപ്പോൾ ഇവരുടെ തീരുമാനം എന്താ വെച്ചാൽ നമ്മുടെ ഹീറോയെ ആ ഒരു കാടിനുള്ളിൽ ഒറ്റയ്ക്ക് ഇവർ പറഞ്ഞു വിടും. അടുത്ത 5 ദിവസം കഴിഞ്ഞ് മാത്രമേ ഇവർ തിരിച്ച് അവരെ വിളിക്കാനായിട്ട് ചെല്ലത്തുള്ളൂ. ഓക്കെ, അതിനിടയിൽ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ അവൻ്റെ കയ്യിൽ ഒരു സാറ്റലൈറ്റ് ഫോൺ ഉണ്ട്, അത് വെച്ചിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ ബോട്ടിൽ കയറുമ്പോൾ തന്നെ ഓരോരുത്തരായിട്ട് പറയുന്നുണ്ട് ഈ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ഇവൻ എന്തൊക്കെ ചെയ്യണം, ഐ ക്യാച്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള എന്ത് കാര്യം കണ്ടാലും അതെല്ലാം ക്യാമറയിൽ പകർത്തണം, ആളുകൾ എന്തായാലും നമ്മുടെ ഷോ ഇരുന്ന് കാണണം എന്ന് ഓരോരുത്തരായിട്ട് പറയാണ്. അതുമല്ല പ്രധാനമായിട്ട് അവർ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം, ഈ ഒരു സീസൺ ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഇതോടെ അവസാനിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ ആയാലും ഒരു കുഴപ്പമില്ല, നമ്മൾ എന്തായാലും സക്സസ് ആവുമെന്നും പറഞ്ഞിട്ട് എല്ലാവരും കൈയെല്ലാം കൊടുത്ത് അത് കഴിഞ്ഞ് ഈ ഒരു ബോട്ടും കൊണ്ട് ഇവർ ആ ഒരു കാടിന്റെ വശത്തേക്ക് പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ലോക്കലായിട്ടുള്ള ആൾ പറയുന്നുണ്ട്, നമ്മളിപ്പോൾ പ്രകൃതിയോടാണ് കളിക്കാൻ പോകുന്നത്, അതുകൊണ്ട് എപ്പോഴും എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും എന്ന് ആർക്കും പറയാൻ കഴിയത്തില്ല, എന്തായാലും സേഫായിട്ട് പോയിട്ട് വരാൻ പറഞ്ഞ അവസാനം ഇവർ ആ ഒരു കാടിനടുത്തേക്ക് വന്ന് ഇപ്പോൾ നമ്മുടെ ഹീറോയെ അതിനകത്തേക്ക് പറഞ്ഞു വിടുന്നു. എന്നിട്ട് ബാക്കി എല്ലാവരും അവിടെ നിന്ന് അവനോട് യാത്ര പറഞ്ഞിട്ട് പോവാണ്. ഇനിയിപ്പോൾ 5 ദിവസം കഴിഞ്ഞിട്ട് കാണാം എന്നും പറഞ്ഞ് അവർ അവിടെ നിന്ന് പോകുന്നതും നമ്മുടെ ഡഗ് ആയാലും അവൻ്റെ ക്യാമറ എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് ഇപ്പോൾ ഈ ഒരു കാടിനകത്തേക്ക് കയറിയതിന് ശേഷം അവൻ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അവൻ്റെ ബാഗിൽ എന്തൊക്കെയുണ്ടെന്ന് എല്ലാവർക്കും എന്നെ കാണിച്ചു കൊടുക്കുന്നു.
അപ്പോൾ ബാഗിനകത്തുള്ളത് ഒരു തൊപ്പി, അതേപോലെ തന്നെ ഒരു ക്യാമറ ഫ്ലാഷ്, കുടിക്കാനായിട്ടുള്ള ഒരു എനർജി ഡ്രിങ്ക്, ഒരു ആപ്പിള്, പിന്നെ ഹാർമോണിക്ക, അതേപോലെ തന്നെ കുറച്ച് ചൂയിങ്കം. അപ്പൊ ഇങ്ങനെയുള്ള ചില ബേസിക് ഐറ്റംസ് ആണ് സർവൈവ് ചെയ്യാനായിട്ട് അവൻ കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് ഓക്കെ, നമ്മുടെ ആദ്യത്തെ ആവശ്യം എന്താണ്, സ്റ്റേ ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എന്നും പറഞ്ഞിട്ട് ക്യാമറ എടുത്തുകൊണ്ട് പോയി കുറച്ച് ഉയർന്ന ഒരു ഭാഗത്തേക്ക് ചെന്ന് അവിടെ ഒരു മരമുണ്ട്. അതിനടുത്തായിട്ട് ഒടിഞ്ഞു കിടക്കുന്ന വലിയൊരു മരക്കമ്പെടുത്ത് വെച്ച് അവിടെ ഇപ്പൊ കിടക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഭാഗം ഉണ്ടാക്കാണ്. അപ്പോൾ വേറെയുള്ള മരത്തിന്റെ ചില്ലകളും എല്ലാം ഓടിച്ചുകൊണ്ട് വന്നിട്ട് അതിങ്ങനെ ചേർത്ത് വെച്ച് ചെറിയ കിടക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഹീറോ ഉണ്ടാക്കും. അതുപോലെ ഇനിയിപ്പോ കുറച്ച് സമയം കൂടി മാത്രമേ ഉള്ളൂ, ഉടനെ തന്നെ രാത്രിയാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം പെട്ടെന്ന് ചെയ്യണം. അങ്ങനെ ഒരു വിധത്തിൽ അവന് കിടക്കാനുള്ള ആ ഒരു ഭാഗം അവൻ ഉണ്ടാക്കി തീർന്നു. ഇനിയിപ്പോൾ അടുത്തതായിട്ട് വേണ്ടത് എന്താണ്, പെട്ടെന്ന് തന്നെ രാത്രിയാകും, അതിന് മുന്നേ തന്നെ തീ കത്തിക്കണം. അതിന് വേണ്ടിയിട്ട് അവൻ കൊണ്ടുവന്ന ആ ഒരു എനർജി ഡ്രിങ്ക് ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു ക്യാൻ എടുത്ത് വെച്ച് ഈ സൂര്യപ്രകാശം അതിലേക്ക് അടിച്ച് അത് ഒരു തടിയിലേക്ക് ഇങ്ങനെ മാറ്റിയിട്ട് കുറേ നേരം അങ്ങനെ വെച്ച് വെച്ച് ചെറിയ രീതിയിൽ അതിങ്ങനെ കത്തിക്കാണ്. ലെൻസ് ഉപയോഗിച്ചിട്ട് ഈ തീയെല്ലാം കത്തിക്കുമല്ലോ, ആ ഒരു രീതി തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനെ കുറേ നേരം അത് ചെയ്ത് അവസാനം ആ ഒരു തടിയിൽ അവൻ തീ പിടിപ്പിക്കുന്നു. അങ്ങനെ തീ എന്തായാലും കത്തി. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ഹീറോ ഇപ്പോൾ അവിടെ ഇരുന്ന് അവന്റെ ടീമിനെ ആ ഒരു സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ച് വിളിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അവരെല്ലാവരും തിരിച്ച് ഹീറോയോട് സാധാരണ രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. കാരണം അവരെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് നമ്മുടെ ഹീറോ ആണല്ലോ ഈ ഒരു ഷോ നടത്തുന്നത്. അതല്ല ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവനെ എന്തോ ഒരു വല്ലാത്ത ഫീലിംഗ് വരുന്നുണ്ട്. പക്ഷേ ഇതവന്റെ ജോലിയുടെ ഭാഗമാണെന്ന് അവൻ മനസ്സിലാക്കുമ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ അന്ന് രാത്രി ഹീറോ ഉറങ്ങാൻ പോകുമ്പോഴത്തേക്കും അവന് കഴിക്കാനൊന്നുമില്ല. കാരണം ഹണ്ട് ചെയ്യാനായിട്ട് അവനൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ വിശന്നാണ് അവൻ കിടക്കുന്നത്. അതുമല്ല രാത്രിയിലെ ഈ തീയും കൂടി കൂട്ടിയിട്ടത് കൊണ്ട് തന്നെ തണുപ്പ് വലിയ രീതിയിൽ ഇല്ലാത്തത് കൊണ്ട് അവനായാലും നല്ലതുപോലെ കിടന്ന് ഉറങ്ങാൻ തുടങ്ങും. അങ്ങനെ കുറെ നേരം കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കാണ് വെളിയിൽ എന്തോ ഒരു വലിയ ശബ്ദം കേൾക്കുന്നു. എന്തോ ഒരു മിന്നലൊക്കെ അടിക്കുമല്ലോ, അതിന്റെ ശബ്ദം. അതുമല്ല ഈ ഒരു ഭൂമിയും ചെറിയ രീതിയിൽ കുലുങ്ങുന്നുണ്ട്. ഇനി പോലെ ഭൂമി കുലുക്കാണോ ഒന്നും അറിയത്തില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് അവൻ വീണ്ടും കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കും ആ ഒരു സമയത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം ഹീറോ കണ്ണു തുറക്കുമ്പോൾ ഈ ഒരു സ്ഥലം മുഴുവനായിട്ട് എന്തോ ഒരു മാറ്റമുള്ളതുപോലെ അങ്ങനെ എഴുന്നേറ്റ് തന്റെ ക്യാമറ ഓണാക്കി അതെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങനെ നടന്നു പോവാണ്. കുറെ ദൂരം ചെല്ലുമ്പോഴത്തേക്കാണ് ആ ഒരു പുഴയുടെ അപ്പുറത്തായിട്ട് ഈ കാടിന്റെ ഒരു വശത്തേക്ക് എന്തോ ഇടിച്ചിറങ്ങിയതുപോലെ ആ ഒരു ഭാഗത്തെ മരങ്ങളെല്ലാം ഇങ്ങനെ മാറി നിൽക്കുന്നു. എന്താണ് സംഭവിച്ചെന്ന് ഹീറോയ്ക്ക് അറിയത്തില്ല. അങ്ങനെ ശ്രദ്ധിച്ച് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പുഴയിലെ മീനുകളുണ്ടല്ലോ അതെല്ലാം ഇങ്ങനെ ചത്തുപോയി കിടക്കുന്നു. അതും കൂട്ടം കൂട്ടമായിട്ട്. ഇതെങ്ങനെ സംഭവിച്ചു? അപ്പൊ ആ ഒരു കാര്യമെല്ലാം ഈ ഒരു വ്യൂവേഴ്സിനോട് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ഇപ്പൊ നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ ഇതിലൊരു മീനെ എടുത്ത് കഴിക്കാം, ഇതല്ലാതെ ഇപ്പൊ വേറെ വഴിയില്ലല്ലോ. ഇനിയിപ്പോ ഹണ്ട് ചെയ്ത് ഒരെണ്ണത്തിന് പിടിക്കണമെന്നുണ്ടെങ്കിൽ എത്ര സമയം എടുക്കും? അങ്ങനെ അതും ആലോചിച്ചിരിക്കുമ്പോഴത്തേക്കാണ് അപ്പുറത്തെ കരയിലായിട്ട് ഒരു ചെന്നായ ഈ ഒരു മീൻ എടുക്കാൻ വരുന്നത് ഹീറോ കാണും. അപ്പൊ അതിനെ ഇങ്ങനെ സൂം ചെയ്തിട്ട് അതെന്താണ് ചെയ്യുന്നത് നോക്കുമ്പോഴത്തേക്കും അത് ഈ ഒരു വെള്ളത്തിനടുത്തേക്ക് ഒന്ന് മണത്ത് നോക്കിയിട്ട് ആ ഒരു മീനെ തൊടുന്നത് പോലുമില്ല. അപ്പൊ എന്തായാലും ആ ഒരു ചെന്നായിക്ക് ഈ ഒരു വെള്ളത്തിൽ എന്തോ ഒരു കാര്യം നല്ലതല്ലാന്ന് തോന്നിയിട്ടാണ് ആ ഒരു മീൻ എടുക്കാതെ അവിടെ നിന്ന് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഹീറോയും ഈ ഒരു വെള്ളത്തിലുള്ള മീനെ എടുക്കാനായിട്ട് തയ്യാറാവത്തില്ല. കാരണം പോയിസൺ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഈ ഒരു വെള്ളത്തിൽ മിക്സ് ആയി കാണും. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്റെ ടീമിനോട് പറയാന്ന് പറഞ്ഞിട്ട് ആ ഒരു സാറ്റലൈറ്റ് ഫോൺ ഉണ്ടല്ലോ അതെടുത്ത് ഓണാക്കി നോക്കുമ്പോൾ അതും വർക്ക് ആവുന്നില്ല. എന്തോ സിഗ്നൽ എല്ലാം കട്ടായതുപോലെ. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ ഹീറോ വിഷയ്ക്കെ കൂടി ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ തന്റെ ആ ഒരു ക്യാമറ എടുത്തിട്ട് ഏതെങ്കിലും ഒരു മൃഗത്തെ വേട്ടയാടാം എന്നും പറഞ്ഞ് ഒരു കെണി ഇങ്ങനെ വെക്കുകയാണ്. ഇതിപ്പോ ചെറിയ ചെറിയ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കെണിയാണ്. കാണുമ്പോഴത്തേക്ക് ഒരു മുയലിന്റെ കാഷ്ടം അവിടെ ഉണ്ട്. അപ്പൊ ആ ഒരു മുയലിനെ തന്നെ കെണി വെക്കാന്ന് പറഞ്ഞിട്ട് ഒരു കല്ലെടുത്ത് കമ്പിൽ ചാരി വെച്ച് ആ ഒരു മുയൽ ഇവിടെ വന്ന് തിന്നുമ്പോൾ ഈ ഒരു കല്ല് മുകളിലേക്ക് വീണ് അത് മരിക്കണം. അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്ത് കുറെ നേരം അവിടെ വെയിറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് ബാഗ് എടുത്ത് ഈ ഒരു സ്ഥലങ്ങളെല്ലാം വീണ്ടും നല്ലതുപോലെ ഡോക്യുമെന്റ് എല്ലാം ചെയ്യാണ്. അതുമല്ലാതെ ഇന്നലെ ഇവിടെ നടന്ന ആ ഒരു കാര്യം, ഇന്ന് ഈ ഒരു സ്ഥലത്തിന് സംഭവിച്ച കാര്യം, ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോ തിരിച്ച് ആ ഒരു കെണി വെച്ചല്ലോ അവിടേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും 2 മുയൽ എന്തായാലും ഇപ്പോൾ ആ ഒരു കെണിയിൽ വീണിട്ടുണ്ട്. ഓക്കെ, ആ ഒരു സന്തോഷത്തിൽ ആ ഒരു മുയലിനെ എടുത്ത് ഇവിടെ കുറച്ച് ദൂരെയായിട്ടൊരു ക്യാമറ വെച്ചിട്ടുണ്ട്. അതിന് കാണിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ക്യാമറ പതിയെ മറിഞ്ഞു വീഴുന്നു. ഇതുകൂടിയാകുമ്പോഴത്തേക്കും ഹീറോ അത് കാണുന്നില്ല. പക്ഷേ ഇപ്പൊ അവന്റെ പുറകെ ആയിട്ട് അവൻ ഇതുവരെയും കേൾക്കാത്ത എന്തോ ഒരു ശബ്ദം അവനിങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവൻ വിചാരിക്കും ഇനിയിപ്പോ നേരത്തെ കണ്ട ആ ഒരു ചെന്നായ ഉണ്ടല്ലോ ഇനി അതായിരിക്കാം എന്നും പറഞ്ഞിട്ട് അവൻ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ക്യാമറയുടെ അടുത്തേക്ക് വരുമ്പോൾ അത് മറിഞ്ഞു കിടക്കുന്നു. അങ്ങനെ അവൻ ആ ഒരു ക്യാമറ എടുത്ത് വീണ്ടും പഴയതുപോലെ തന്നെ വെച്ചിട്ട് ആ ഒരു മുയലിനെ അവ കിടക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് മാറ്റിക്കൊണ്ട് വെച്ചിട്ട് അതിനെ ഇങ്ങനെ കട്ട് ചെയ്യണം. ആ ഒരു കാര്യങ്ങളെല്ലാം വ്യൂവേഴ്സിനെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിനെ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് അത് കഴിഞ്ഞ് വീണ്ടും അവൻ കിടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വന്ന് ഈ ഒരു മുയലിനെ അങ്ങനെ ചൂടാൻ തുടങ്ങാണ്. എന്നിട്ട് അവന്റെ ആ ഒരു ടീമിനെ വിളിക്കാൻ വേണ്ടി ആ ഒരു സാറ്റലൈറ്റ് ഫോൺ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് ഇപ്പോഴും വർക്ക് ആവുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അവൻ അറിയത്തില്ല. അങ്ങനെ അവന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഫോൺ ഉണ്ടല്ലോ അവന്റെ ഭാര്യയും കുട്ടിയും കൊടുത്തത് അതെടുത്ത് നോക്കുമ്പോൾ അതിലും സിഗ്നൽ കിട്ടുന്നില്ല. ഷടാ, ഇനിയിപ്പോ ഇവിടെ നിന്ന് എങ്ങനെ പുറത്തു പോകും? അവൻ ഒറ്റയ്ക്കായെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഫോൺ, അങ്ങനെ അവന്റെ ഭാര്യയും കുട്ടിയും കൊടുത്ത ആ ഒരു ഫോൺ ഉണ്ടല്ലോ അതെടുത്ത് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് സിഗ്നൽ കിട്ടുന്നില്ല. അവന്റെ ഭാര്യയും മകളും ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് കൊടുത്തിരുന്നു. അതെടുത്ത് കേട്ട് നോക്കുമ്പോഴത്തേക്കാണ് കുറച്ച് ആശ്വാസമാവുന്നത്. കാരണം അവനെ കുറച്ച് മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു വീഡിയോ തന്നെ അവർ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വീണ്ടും പുറകെ നിന്നും നേരത്തെ കേട്ട ആ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് ചെറിയ പേടിയാവും.
അപ്പോൾ ഹീറോ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇവൻ ഈ ഒരു മുയലിനെ പിടിച്ചു വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ സ്മെല്ലടിച്ച് ഈ ഒരു ചെന്നായ്ക്കൾ വരുന്നതായിരിക്കും എന്ന് വിചാരിച്ച ആ ഒരു ഫുഡ് സേവ് ചെയ്യാൻ വേണ്ടി ആ ഒരു മുയലിനെ അടുത്തുള്ള ആ ഒരു മരത്തിന്റെ കൊമ്പിൽ കെട്ടിത്തൂക്കി ഇങ്ങനെ ഇടും. അങ്ങനെയാണെങ്കിൽ ഈ മൃഗങ്ങളൊന്നും പെട്ടെന്ന് അതിനെ എടുത്തുകൊണ്ട് പോകത്തില്ല. എന്നിട്ട് ഇവൻ ഇപ്പൊ ഈ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ അതും ഈ ഒരു സർവൈവൽ ടിപ്പിന്റെ ഒരു കാര്യമായിട്ട് വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും രാത്രിയായി. ഇത്തവണ നമ്മുടെ ഹീറോ ബോറടിക്കാതിരിക്കാൻ വേണ്ടി ചെസ് ഉണ്ടല്ലോ അത് എടുത്തു വെച്ച് ഒറ്റയ്ക്ക് ഇങ്ങനെ കളിക്കുകയാണ്. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് വീണ്ടും ആ ഒരു സൗണ്ട് ഉള്ളിൽ നിന്ന് കേൾക്കുന്നു. ഹീറോ എഴുന്നേറ്റിട്ട് ചുറ്റിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് എവിടെ നിന്നാണെന്ന് അറിയാൻ വേണ്ടി. പക്ഷെ കുറച്ചു നേരം അത് കേട്ടിട്ട് അത് വലിയ കാര്യമാക്കാതെ വീണ്ടും ആ ഒരു ചെസ് കളിക്കാൻ തന്നെ ഇരിക്കുകയാണ്. അപ്പോഴേക്കാണ് കുറച്ച് ദൂരെ നിന്നും എന്തോ ഒരു കാര്യം, അതെന്തായാലും അനിമലാണോ ഇനി വല്ല മനുഷ്യനാണോ ഒന്നും അറിയത്തില്ല, പതിയെ അവൻ കെട്ടിത്തൂക്കിട്ടേക്കുന്ന ആ ഒരു മുയലുണ്ടല്ലോ അതിനെ അവിടെ നിന്ന് എടുത്തോണ്ട് പോകുന്നു. അപ്പൊ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ എന്തായാലും മനസ്സിലായി അതൊരു മൃഗമല്ലാന്ന്. കുറച്ചെങ്കിലും ബുദ്ധിയുള്ള ഒരു കാര്യമാണത്. അപ്പൊ ഇതൊന്നും അറിയാതെ നമ്മുടെ ഹീറോ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും കുറെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങും. അപ്പോൾ ഹീറോ നേരെ അവനുണ്ടാക്കിയ ആ ഒരു വീടുണ്ടല്ലോ അതിനടിയിലേക്ക് പോയി കിടന്നിട്ട് ഗായ്സ് ഇവിടെ കുഴപ്പമൊന്നുമില്ല ഓക്കെ ആണെന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ റിയാലിറ്റിയിൽ അത്ര നല്ലതുപോലെ ഒന്നല്ല, അവൻ നല്ല രീതിയിൽ നനയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു രാത്രിയിൽ മഴ നിർത്താതെ തന്നെ പെയ്യുന്നത് കൊണ്ട് അവന് നല്ലതുപോലെ കിടന്ന് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞെല്ലാം കിടക്കാണ്. അതുമല്ല ഇപ്പോൾ മഴ കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ തണുക്കാനും തുടങ്ങി. അങ്ങനെ കിടക്കുമ്പോഴത്തേക്കാണ് കുറെ ദൂരെ നിന്നും ഏതോ ഒരു അനിമൽ ഇങ്ങനെ കരയുന്ന ശബ്ദം, അതിനെ എന്തോ കടിച്ചു കൊല്ലുന്നത് പോലെയല്ല. അപ്പൊ അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാല് അവന്റെ നൈറ്റ് വിഷൻ ക്യാമറ ഉണ്ടല്ലോ അതെടുത്തിട്ട് അവിടെ മുഴുവനായിട്ട് നല്ലതുപോലെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ ആ രാത്രി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കാണാൻ കഴിയുന്നില്ല, ശബ്ദം മാത്രം കേൾക്കാം. അങ്ങനെ അന്ന് രാത്രി ഈ ഒരു കാര്യങ്ങളെല്ലാം കാരണം പേടിച്ചിട്ട് അവൻ അന്ന് ഉറങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം കാണിക്കുമ്പോൾ അവൻ ഉറങ്ങാത്തത് കൊണ്ട് അവന്റെ ശരീരം മുഴുവനായിട്ട് നല്ല ക്ഷീണമുണ്ട്, ഒരു വല്ലാത്ത അവസ്ഥ. പക്ഷെ ഒരിക്കലും അവൻ ഈ ഒരു ഷോ വിട്ട് പുറത്തു പോകത്തില്ല, കാരണം ഈ ഒരു ഷോ ചെയ്തേ പറ്റൂ. അങ്ങനെ എഴുന്നേറ്റ് വീണ്ടും തന്റെ ക്യാമറ ഓൺ ആക്കിയിട്ട് ഓക്കെ ആ ഒരു മുയലിനെ പോയി ഫുഡിന് വേണ്ടി കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അവൻ കെട്ടിത്തൂക്കിയിട്ട് ആ ഒരു മുയലിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ആ ഒരു മുയലിനെ കാണാനില്ല. ഇതിപ്പോ എന്തായിരിക്കും ചെയ്തത് എന്നും പറഞ്ഞിട്ട് അവനിങ്ങനെ നിൽക്കുന്നുണ്ട്. കാരണം ആ ഒരു കെട്ടിൽ നിന്നും അത് എടുത്തുകൊണ്ട് പോയായിരുന്നു. അത് ഈ ഒരു കാട്ടിലെ മൃഗത്തിനെ കൊണ്ട് ഒരിക്കലും കഴിയുന്നൊരു കാര്യമില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു മുയലിനെ അവിടെ നിന്ന് അഴിച്ചുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് വേറെ എന്തോ ആണ്. അപ്പൊ ഇതുകൂടി കണ്ട് പേടിച്ച് നമ്മുടെ ഡഗ് എന്താ ചെയ്യുന്ന വെച്ചാല് അവന്റെ ടീമിനെ വിളിക്കാൻ വേണ്ടി ആ ഒരു സാറ്റലൈറ്റ് ഫോൺ എടുത്ത് വീണ്ടും ട്രൈ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോഴും വിളിക്കാനായിട്ട് കഴിയുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്നിരുന്നാലും വളരെ സ്ട്രോങ് ആയിട്ടിരിക്കണമെന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ക്യാമറ എടുത്തിട്ട് ഓക്കെ നമുക്ക് ഒന്നുകൂടി ഇന്ന് ട്രൈ ചെയ്യാം, ആ ഒരു മുയലിനെ പിടിക്കാൻ വേണ്ടി നമുക്ക് ഒന്നുകൂടി കെണി വെക്കാന്നും പറഞ്ഞ് അവൻ നേരത്തെ ചെയ്തു വെച്ചിരുന്ന ഒരു ട്രാപ്പ് ഉണ്ട്. അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ആ ഒരു ട്രാപ്പ് വീണ് കിടപ്പുണ്ട്. പക്ഷേ മുയലോ മറ്റു മൃഗങ്ങളോ ഒന്നിനെ കാണുന്നില്ല. അങ്ങനെ നോക്കുന്ന സമയത്താണ് അടുത്തുള്ള ആ ഒരു കമ്പില് കറുത്ത നിറത്തിലുള്ള എന്തൊരു ജെല്ലി പോലെ ദ്രാവകം അതവന് കിട്ടുന്നത്. അങ്ങനെ ഇതുകൂടി കണ്ട് നമ്മുടെ ഡഗ് നേരെ തിരിച്ചു വന്നിട്ട് അവന്റെ ബാഗെല്ലാം വെച്ചേക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ഇവിടെ കൂടുതലായിട്ടും എന്തോ വന്നതുപോലെ. കാരണം അവന്റെ സാറ്റലൈറ്റ് ഫോൺ ഇപ്പോൾ കാണാനില്ല. അതേപോലെ തന്നെ അവൻ ആ ഒരു ചെസ് ബോർഡ് കളിക്കാനായിട്ട് ഇങ്ങനെ വെച്ചിരുന്നല്ലോ അതിലുള്ള കരുക്കളെല്ലാം ആരോ മാറ്റി വെച്ചേക്കുന്നു. ഇതുകൂടി കാണുമ്പോൾ തന്നെ നമ്മുടെ ഡഗിന് മനസ്സിലായി അവൻ എന്തായാലും ഈ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കല്ലാന്ന്. അങ്ങനെയാണെങ്കിൽ ആരോ ഒരാൾ ഒളിച്ചു നിന്നിട്ട് ഇവനെ കളിപ്പിക്കാൻ വേണ്ടിയായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഇവന്റെ ഫാൻ ആരെങ്കിലും ഇവനെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിൽ ഡഗ് അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഡഗ് ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ഇവന്റെ കൂടെ വന്നിട്ടുള്ള ഒരാൾ പറഞ്ഞിരുന്നല്ലോ ഈ ഒരു ഷോ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന്. അത് മനസ്സിലാക്കി ഓക്കെ എന്തായാലും ഈ ഒരു കാര്യം തന്നെ അതിനു വേണ്ടി തെരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞിട്ട് അവനിപ്പോൾ ക്യാമറ ഓൺ ആക്കി വീണ്ടും ആ ഒരു ഷോ ഇങ്ങനെ റൺ ചെയ്യാണ്. അങ്ങനെ അവിടെ തീയിട്ടിട്ട് ഒരുപാട് നേരം അവിടെ ഇരുന്ന് ഈ ഒരു ക്യാമറയിൽ നോക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവൻ ആ ഒരു ചെസ് ബോർഡ് വെച്ച് ഇങ്ങനെ കളിക്കുകയും ചെയ്യുന്നുണ്ട്. അവന്റെ അടുത്ത മൂവ് ഇങ്ങനെ മാറ്റിയിട്ട് അങ്ങനെ അന്ന് രാത്രി കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത ദിവസം ഇപ്പോ ഈ ഒരു സ്ഥലത്ത് നിന്ന് മാറിയിട്ട് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം, അവിടെ ഒരു ക്യാമ്പ് സെറ്റ് ചെയ്യാന്നും പറഞ്ഞിട്ട് ഡഗ് ഇപ്പോൾ ആ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെ കുറെ ദൂരം നടന്ന് ചെല്ലുമ്പോഴത്തേക്കാണ് ഒരു വലിയ പാറ ഇങ്ങനെ കാണുന്നത്. അതും കുറച്ച് മഴ നനയാത്ത രീതിയിൽ ആ ഒരു പാറയിൽ ഇരിക്കുന്നത് കാണുന്നതും ഓക്കെ എന്തായാലും ഇവിടെ തന്നെ നിൽക്കാന്നും പറഞ്ഞ് അവിടെ ഇപ്പോൾ തീ കൂട്ടിയിട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഫുഡ് എന്തെങ്കിലും കണ്ടുപിടിക്കണമല്ലോ, അതിനുവേണ്ടി ഹണ്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ പോവാണ്. ഇത്തവണ അവൻ കുറച്ച് വെള്ളം കിടക്കുന്ന ഒരു സ്ഥലം കാണും. അവിടെ മീനുണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ ഒരു വെള്ളത്തിൽ ഒരു ജീവികളും ഇല്ല. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് കുറെ ദൂരം നടന്ന് ചെല്ലുമ്പോഴത്തേക്കാണ് കാണിക്കുമ്പോൾ നമ്മുടെ ഡഗ് ആ ഒരു ക്യാമ്പ് സെറ്റ് ചെയ്തല്ലോ ഇതിന് മുന്നേ അതേപോലെ ഈ ഒരു സ്ഥലത്തും ചെയ്തു വെച്ചേക്കുന്നു. അവൻ ആ ഒരു തീ വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്യാൻ ഉപയോഗിച്ചല്ലോ. ഇതൊക്കെ നടക്കുന്ന കാര്യമൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ വിശ്വസിച്ചേ പറ്റൂ, മൂവി ആയിപ്പോയില്ലേ. അങ്ങനെ ആ ഒരു ക്യാനും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ആരോ ഒരാള് ഇവൻ ചെയ്യുന്നത് പോലെ തന്നെ എല്ലാം കോപ്പി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കണ്ട ഡഗ് വിചാരിക്കും ഓക്കെ എന്തായാലും അവന്റെ ഫാൻ ആരെങ്കിലും ഇവനെ കളിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും എന്നുള്ള രീതിയിൽ അവനവിടെ നോക്കുമ്പോഴത്തേക്കാണ് അവന്റെ സാറ്റലൈറ്റ് ഫോൺ അവിടെ ഉണ്ട്. പക്ഷെ അതെല്ലാം ഇളക്കി വെച്ചേക്കാണ്. എന്താണെന്ന് വെച്ചാൽ അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി ഊരി വെക്കുമല്ലോ അതുപോലെ. അതേപോലെ തന്നെ ഡഗ് നോക്കുമ്പോഴത്തേക്കും അവൻ കൊന്ന ആ ഒരു മുയല് പിന്നെ ഈ ഒരു കാട്ടിലുള്ള ചെന്നായനെ കൊന്നിട്ടേക്കുന്നു. പിന്നെ ആ ഒരു മുയലിനെ ഇവൻ കെട്ടിത്തൂക്കിയിട്ടതുപോലെ കെട്ടിത്തൂക്കിയിട്ടേക്കുന്നു. അപ്പോഴേക്കാണ് അടുത്ത് നിന്നും ഒരു ശബ്ദം കേൾക്കുന്നതും ഡഗ് ഓടി ഒരു വലിയ പാറയുടെ അടിയിലേക്ക് കയറി എന്നിട്ട് ഒളിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവൻ ചുറ്റിനും നോക്കുമ്പോഴത്തേക്കാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. സത്യത്തിൽ ഇവ ഇരിക്കുന്നത്
ഒരു വലിയ പാറയുടെ കെണിയിലാണ്. ഇവൻ ആ ഒരു മുയലിനെ പിടിക്കാൻ വേണ്ടി ഒരു കെണി വെച്ചല്ലോ, അതുപോലെ വലിയൊരു പാറ ഉയർത്തിയിട്ട് അത് കെണിയാക്കി വെച്ചേക്കാണ്. ഇതുകൂടി കാണുന്നത് ഡഗ് പെട്ടെന്ന് അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് അവൻ നല്ലതുപോലെ പേടിച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്നും അവൻ ഇപ്പൊ സെറ്റ് ചെയ്ത ആ ഒരു ക്യാമുണ്ടല്ലോ അവിടേക്ക് ഓടിച്ചില്ലാണ്. അങ്ങനെ ഓടിച്ചെന്ന് നോക്കുമ്പോഴത്തേക്ക് അവന്റെ ചെസ് ബോർഡിൽ ഓപ്പോസിറ്റിലെ ഒരു മൂവ് ആരോ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ആകെ ദേഷ്യം പിടിച്ചിട്ട് ആരാടാ ഇതെല്ലാം ചെയ്യുന്നതെന്നും പറഞ്ഞ് അലറി വിളിച്ച് വേറെ വഴിയില്ലല്ലോ, ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്തേ പറ്റൂ. അങ്ങനെ അന്ന് രാത്രി അവന് മുന്നിലായിട്ട് ഒരു 3 ക്യാമറയെ സെറ്റ് ചെയ്ത് വെക്കും, ആരാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ ആ ഒരു ദിവസം അവിടെ കഴിഞ്ഞ് അങ്ങനെ അടുത്ത ദിവസം എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കും അവന്റെ ആ ഒരു 3 ക്യാമറ ഉണ്ടല്ലോ അത് 3ഉം കേടായിട്ടുണ്ട്. ഇതുകൂടി കാണുമ്പോഴത്തേക്കും അവന് മനസ്സിലായി ഇതാരും അവനെ കളിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ അവനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി വീണ്ടും അവിടെ നിന്നും മാറിയിട്ട് മറ്റൊരിടത്തേക്ക് പോവാണ്. ഇത്തവണ എങ്ങനെ മാറിയാലും ആരോ ഒരാള് അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വാച്ച് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. ഈ ഒരു ഷോയുടെ അവസാനത്തെ ഭാഗം അവൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവിടെ ഒരു ശബ്ദം കേൾക്കുന്നു. അതുമല്ല എന്തോ ഒരു വേവ് അവന്റെ ദേഹത്തേക്ക് വന്ന് ഇടിച്ചിട്ട് അവൻ തെറിച്ചു വന്ന് ആ ഒരു വെള്ളത്തിലേക്ക് വന്ന് വീഴും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നീന്തി എങ്ങനെയും കരയിലേക്ക് കയറി അവൻ ഓടി ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അവന്റെ മൂക്കിൽ നിന്നും കണ്ണിൽ നിന്നും ചെവിയിൽ നിന്നും വരെ രക്തം വരുന്നുണ്ട്. കാരണം ആ ഒരു രീതിയിലുള്ള പവറാണ് അവൻ അടിച്ചത്. അങ്ങനെ ഡഗ് ഇപ്പോ ആ ഒരു ബാഗെല്ലാം ഒരു നല്ലതുപോലെ കെട്ടി വെച്ചിട്ട് അവിടെ നിന്ന് ഓടാണ്, ഇവിടെ നിൽക്കേണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഓടി ഓടി പോകുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഒരു കുഴിയിലേക്ക് വന്ന് വീഴുന്നു. വീണ ഉടനെ തന്നെ അവന്റെ ബോധം പോയി. കുറച്ച് കഴിഞ്ഞ് അവൻ കണ്ണൂർന്ന് മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കും എന്തോ ഒരു രൂപം അവനിങ്ങനെ നോക്കുന്നുണ്ട്. അതുപോലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും കൈയും കാലെല്ലാം ചെറിയ വേദനയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ ആ ഒരു കുഴിയിൽ നിന്നും അവൻ നേരെ മുകളിലേക്ക് കയറിയിട്ട് ഇപ്പൊ അവന്റെ ടീമൊക്കെ ഉള്ള ആ ഒരു ദ്വീപുണ്ടല്ലോ അവിടേക്ക് എങ്ങനെയെങ്കിലും വന്ന് അവിടെ നോക്കുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു ടെന്റും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. പക്ഷെ വേറെ ആരെയും കാണുന്നില്ല. ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കാണ് ആഹാ അവന്റെ സഹോദരനായിട്ടുള്ള ടെറി ഉണ്ടല്ലോ അവനെ നമ്മുടെ ഡഗ് ആ ഒരു മുയലിനെ കെട്ടിത്തൂക്കിട്ടതുപോലെ ഒരു മരത്തിൽ കെട്ടിത്തൂക്കിട്ടേക്കുന്നു. അങ്ങനെ അവനെ അഴിച്ച് താഴേക്കിട്ട് നോക്കുമ്പോഴത്തേക്കാണ് അവന് ചെറിയ ജീവനുണ്ട്, മരിച്ചിട്ടില്ല. അത് കാരണം ഡഗ് ഓടി ആ ഒരു ടെന്റിനകത്തേക്ക് ചെന്നിട്ട് റേഡിയോ വഴി ആരെങ്കിലും സഹായത്തിനായിട്ട് വിളിക്കാൻ ശ്രമിക്കുമ്പോൾ ആരും പ്രതികരിക്കുന്നില്ല. അവനാണെങ്കിൽ ഇപ്പോ ഫസ്റ്റ് എയ്ഡ് കിറ്റ് എടുത്തിട്ട് നേരെ വെളിയിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതിനു മുന്നേ അവന്റെ സഹോദരൻ മരിച്ചുപോയി. ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ഡഗിനെ ഫോളോ ചെയ്യുന്ന ആ ഒരു കാര്യം അതെന്താണെന്ന് കാണിക്കുന്നു. ദേ ഈ പായസത്തില് മിക്സർ മിക്സ് ചെയ്തിട്ട് അതും വാരി കുടിച്ച് മുഖം തുടയ്ക്കാതെ വരുന്ന കണക്ക് താവരത്തേക്ക് ഇറങ്ങി. സോറി, ഇതൊരു ഏലിയൻ മൂവിയാണ്, അതുകൊണ്ട് അങ്ങനെ ആ ഒരു ഏലിയൻ എഴുന്നേറ്റ് അങ്ങനെ വരുന്നതും ഇപ്പോൾ ഈ ഒരു ഏലിയനാണ് നമ്മുടെ ഡഗിനെ ഇത്രയും നേരമായിട്ട് ഫോളോ ചെയ്ത് അവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ കോപ്പി ചെയ്യുന്നത്. അതുപോലെ ഇവന്റെ ടീമിലുള്ള ബാക്കിയുള്ളവരുണ്ടല്ലോ അവരെല്ലാവരെയും കൊന്ന് അവരുടെ ശരീരത്തിലെ തോലെല്ലാം ഉരിച്ച് അവിടെ ഇങ്ങനെ കിടത്തിയേക്കുന്നു. ഡഗ് ആ ഒരു മൃഗങ്ങളെ ചെയ്തതുപോലെ. എന്നിട്ട് അവൻ ആ ഒരു കാട്ടിൽ നിന്നും പല സമയത്തായിട്ട് കേട്ട ആ ഒരു ശബ്ദവും ഈ ഒരു ഏലിയൻ പുറപ്പെടുവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡഗ് എന്താ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാല് ഈ ഒരു ഏലിയൻ എങ്ങനെയെങ്കിലും കൊന്നല്ലേ പറ്റൂ. അതുകൊണ്ട് അവൻ വീണ ആ ഒരു കുഴിയുടെ അടുത്തേക്ക് അങ്ങനെ ഓടുകയാണ്. ഓടി ഓടി ആ ഒരു കുഴിയുടെ മുകളിലൂടെ ചാടി പോകുമ്പോഴത്തേക്കും ഈ ഒരു ഏലിയൻ അത് കാണുന്നില്ല. നേരെ വന്ന് ആ ഒരു കുഴിയിലേക്ക് വീഴും. അങ്ങനെ കുഴിയിൽ വീഴുന്നത് നമ്മുടെ ഡഗ് ഈ ഒരു കാര്യം കണ്ട് തിരിഞ്ഞു നിന്നിട്ടുള്ള കല്ലുകളെല്ലാം പിറക്കി അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നതും ആ ഒരു ഏലിയൻ അവിടെ വെച്ച് ചത്തു. എന്നിട്ട് ഡഗ് ഇപ്പോൾ അവിടെ നിന്ന് നേരെ തിരിച്ച് അവന്റെ സഹോദരൻ ടെറിയുടെ അടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവൻ ആൾറെഡി മരിച്ചു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഡഗിന് അത്രയും വിഷമായി, കാരണം ഇനി അവ ഒറ്റയ്ക്കേ ഉള്ളൂ. അങ്ങനെ എല്ലാവരുടെ ശരീരം അവിടെ മൂടിയിട്ടിട്ട് അത് കഴിഞ്ഞ് അവൻ അവസാനത്തെ ആ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാണ്. കാരണം ഇനി അവനെ ആരും രക്ഷിക്കാൻ വരത്തില്ല എന്ന് അവൻ അറിയാം. അതുകൊണ്ട് അവന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു മെസ്സേജ് പോലെ ഈ ഒരു വീഡിയോ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതും അത് കഴിഞ്ഞ് അവന്റെ മകളും ഭാര്യയും അവനൊരു വീഡിയോ റെക്കോർഡ് ചെയ്ത് കൊടുത്തിരുന്നല്ലോ ആ ഒരു വീഡിയോ കാണുന്നുണ്ട്. കാരണം ഇതൊരു മോട്ടിവേഷന് വേണ്ടിയിട്ടാണ്. അങ്ങനെ അതുകൂടി കണ്ടിട്ട് എന്തായാലും ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നില്ല, ഇവിടുന്ന് രക്ഷപ്പെട്ടേ ബന്ധിയാവൂന്ന് പറഞ്ഞ് അവിടെയുള്ള ആ ഒരു മാപ്പ് എടുത്ത് ഇങ്ങനെ നോക്കാണ്. ഇവരെവിടേക്ക് കൊണ്ടാക്കിയല്ലോ ഒരാള്. അയാളുടെ വീട് ഇവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ അപ്പുറത്താണ്. അയാളുടെ പേര് ഡങ്കൻ എന്നാണ്. അങ്ങനെ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാതെ ഇവിടെ നിന്ന് പോയാലേ പറ്റൂ. അങ്ങനെ ഒരുപാട് ദൂരം ആ ഒരു മാപ്പ് നോക്കി നടന്ന് അവസാനം അയാളുടെ ആ ഒരു വീട് കണ്ടുപിടിച്ചു. അങ്ങനെ റൂമിനകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ആരെയും കാണുന്നില്ല. പക്ഷെ അവിടുത്തെ TV വർക്ക് ആവുന്നുണ്ട്. അതെടുത്ത് പ്ലേ ചെയ്യുമ്പോഴത്തേക്കാണ് അതിലൊരു വീഡിയോ, ഒരു ന്യൂസ് പോലെ. എന്താണെന്ന് വെച്ചാൽ ഭൂമിയിൽ ഒരുപാട് ഏലിയൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡഗിന്റെ അടുത്ത് വന്ന ആ ഒരു ഏലിയൻ മാത്രമല്ല, അതുപോലെ ഒരുപാട് എണ്ണം ഭൂമിയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിരിക്കണം, ഒരിക്കലും സിറ്റിയുടെ വെളിയിലേക്ക് വരരുത് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഡഗ് ഇത്രയും നാളും ഈ ഒരു കാടിനകത്തായിരുന്നല്ലോ, അതുകൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടത്. ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവന്റെ ഫാമിലിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അവൻ ഇപ്പോഴും അറിയത്തില്ല. എന്നിരുന്നാലും അവൻ ആ ഒരു വീട്ടിലെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്തു വെച്ച് കുറച്ച് നാളെങ്കിലും സർവൈവ് ചെയ്ത് ജീവിക്കണമല്ലോ. അതുകൊണ്ട് തന്റെ ഫാമിലിയെ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് പോയേ പറ്റൂ. അങ്ങനെ ഡങ്കൻ എന്ന് പറഞ്ഞ അയാളുടെ ഒരു ബോട്ടുണ്ട്, അതും എടുത്ത് ഇവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും അയാൾ ഒരു തോക്കുമായിട്ട് അവന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയും ഇവിടെ നിന്ന് ഈ ഒരു ബോട്ടും കൊണ്ട് പോകാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ ഹീറോ പറയുന്നുണ്ട് ഇല്ലല്ല ഇനി സമയമില്ല, എനിക്ക് അവരുടെ അടുത്തേക്ക് പോയേ പറ്റൂ എന്ന് പറയുമ്പോഴത്തേക്കാണ് ദേ വീണ്ടും വന്ന് നിൽക്കുന്നത് ചിരിപ്പിക്കാനായിട്ട് ഈ ഒരു ഏലിയൻ. ഓക്കെ, നമുക്ക് എന്തായാലും ചിരിക്കണ്ട. ഇപ്പൊ ആ ഒരു ഏലിയൻ വന്ന് അയാളെ അവിടെ വെച്ചങ്ങ് കൊല്ലുന്നതും അത് കഴിഞ്ഞ് നമ്മുടെ ഡഗിന്റെ അടുത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുമ്പോൾ ഡഗ് എന്താ ചെയ്യുന്നത്, ആ ഒരു ബോട്ടിന്റെ മോട്ടോർ പ്രൊപ്പല്ലേഴ്സ് ഉണ്ടല്ലോ അത് വെച്ച് ഈ ഒരു ഏലിയന്റെ കൈയെല്ലാം അറുത്തിട്ട് ഇപ്പോഴാ ഒരു ഏലിയനെ പൂർണ്ണമായിട്ട് കൊല്ലുകയും ചെയ്യുന്നു.
എന്നിട്ട് ഡഗ് അവിടെ നിന്ന് പോകാനായിട്ട് വരുന്നതും ഇപ്പൊ ആകാശത്ത് കാണിക്കുമ്പോഴത്തേക്കും ഒരുപാട് ഏലിയൻസ് ഭൂമിയിലേക്ക് വരുന്നത് പോലെ കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.